ടർബോ. സോ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പടമാണ് ടർബോ. വേറെ ഒന്നുകൊണ്ടല്ല, ഒന്ന് മമ്മൂട്ടിയുടെ പടം. കുറച്ച് കാലമായിട്ട് ഇറങ്ങുന്ന മമ്മൂട്ടിയുടെ സിനിമയൊക്കെ അത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. സോ ഹൈപ്പ് ഓട്ടോമാറ്റിക്കലി കൂടും. രണ്ടാമത്തെ റിട്ടൺ ബൈ മിഥുൻ മാനുവൽ തോമസ്. മിഥുൻ മാനുവൽ തോമസ് എന്നുള്ള പേര് ഒരു വീടിന്റെ ചുമരിൽ എഴുതിയ പോലും ആൾക്കാർക്ക് ധൈര്യത്തോടെ കയറിച്ചില്ല. ആ ഒരു ട്രസ്റ്റ് ഇപ്പൊ ആള് ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ രാജ്ബി ഷെട്ടി അടങ്ങുന്ന ഒരു ഗംഭീര സ്റ്റാർ കാസ്റ്റ് ആണ് ഈ സിനിമയ്ക്കുള്ളത്. സോ നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു മാസ് പടം കാണാൻ പോകുന്ന ഒരു മൈൻഡ് സെറ്റിൽ വേണം പോകാൻ. അല്ലാതെ ലോജിക്ക്, പ്രകൃതി പടം, കഥ ഇതൊന്നൊക്കെ വിചാരിച്ചിട്ടാണ് വെച്ചാൽ വീട്ടിലിരിക്കുന്നതായിരിക്കും നല്ലത്. സോ ഞാൻ ഈ പറയുന്നത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടാവാം, ഇഷ്ടാവാതിരിക്കാം. ഒരു തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടുവരുന്ന കോമണർ ആയിട്ടുള്ള ആൾക്ക് എന്താ തോന്നിയത് അതാ ഞാൻ പറയുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾ സിനിമയ്ക്ക് പോവാതിരിക്കുകയോ ചെയ്യരുത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ കാശാണ്, നിങ്ങളുടെ പൈസ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണാൻ, പോവാതിരിക്കാം. സോ സിനിമയിലോട്ട് വരുമ്പോൾ ആദ്യത്തെ പോസിറ്റീവ്, ആദ്യം ഇയാളെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വേറെ ആരെയും പറയുള്ളൂ. ക്രിസ്റ്റോ സേവിയർ, ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. ഔട്ട് ഓഫ് ദ വേൾഡ് പെർഫോമൻസ് ആണ് ആളുടെ. ടൈറ്റിൽ കാർഡ് തൊട്ട് ക്ലൈമാക്സ് വരെ ആളുടെ മ്യൂസിക് വർക്ക് ഉണ്ട്. എന്റെ മോനെ വേറെ ലെവൽസ് ആണ്. കാരണം നമ്മൾ ഈ റിപ്പീറ്റേഷൻ ഓഫ് മ്യൂസിക് അല്ല, പുതിയ പുതിയ സാധനം, അതും ഡിഫറെന്റ് സ്റ്റൈലിൽ, ഡിഫറെന്റ് രീതിയിൽ, ഗംഭീരം എന്ന് തന്നെ പറയണം. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഈ വരുന്നവനും പോണവനും എല്ലാവർക്കും ഈ മ്യൂസിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്താ അത് മനസ്സിലായിട്ട്, പുള്ളിങ്കോ ആയിട്ട് രണ്ട് ഗുണ്ടകൾ വരികയാണെന്ന് വെച്ചാൽ അവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു റോൾ ഇല്ലാത്ത ഒരു ക്യാരക്ടറാണെന്ന് വെച്ചാൽ അവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സിനിമയിലോട്ട് വരുന്ന സമയത്ത് ആദ്യം ഒരു പള്ളിപ്പറമ്പിൽ വെച്ച് ഫൈറ്റ് സീനിലാണ് പടം തുടങ്ങുന്നത്. ആസ് യൂഷ്വൽ എല്ലാ മാസ് പടത്തിലും പോലെ തന്നെ മാസ് ആയിട്ടുള്ള നായകൻ, ക്രൂരൻ, ഭയങ്കര ക്രൂരനായിട്ടുള്ള വില്ലൻ, അതുപോലെ തന്നെ വില്ലനെ കൊല്ലുന്ന നായകൻ. ഇത് തന്നെയുള്ളൂ എല്ലാ പടത്തിലും അങ്ങനെ തന്നെ. സോ ആ പള്ളിപ്പറമ്പിലുള്ള ഫൈറ്റ് സീൻ അടിപൊളി ഫൈറ്റ് സീൻ ആയിരുന്നു. സ്ലോ മോഷനിൽ കിടിലം മ്യൂസിക് വർക്കിലും മമ്മൂട്ടിയുടെ കിൻഡലിടി സൂപ്പർബായിരുന്നു. അത് കണ്ടോടുകൂടി എല്ലാവരുടെ എക്സ്പെക്ടേഷൻ വാനോളം ഉയർന്നു. പിന്നീട് പടം ഒരു കോമഡി ട്രാക്കിലോട്ടാണ് എടുക്കുന്നത്. കോമഡി ട്രാക്ക് പറയുമ്പോൾ ഈ കോമഡി ഒക്കെ ഒരു ആർട്ടിഫിഷ്യൽ ചിരി, ഹി 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 എന്ന് വേണമെങ്കിൽ നമുക്ക് ബലം പിടിച്ച് ചിരിക്കാന്നല്ലാതെ നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നില്ല ആ ചിരി. ആ കോമഡി ഒന്നും വർക്കൗട്ട് ആയില്ല എന്ന് തന്നെ പറയാം. ഒന്ന് രണ്ടെണ്ണം ഒഴിച്ച്. പിന്നീട് പടം സീരിയസ് ആവുന്നുണ്ട്. എഗെയിൻ 1-2-3 ഫൈറ്റ് സീൻ വെച്ച്. പക്ഷെ ഇതൊക്കെ റിപ്പീറ്റ് ആണ്. ഈ സ്ലോ മോഷൻ റിപ്പീറ്റേഷൻ ഓഫ് ഫൈറ്റ് സീൻ വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ തോന്നും. അതായത് സാധാരണ ഒരു മാസ് പടത്തിൽ എങ്ങനെയാണ് ഈ ഫൈറ്റും ഈ മ്യൂസിക് കൂടി വരുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് വരണം. മ്യൂസിക് ആ ഗൂസ് ബംസ് തരുന്നുണ്ട്, പക്ഷെ ഫൈറ്റിൽ നമുക്കത് കിട്ടുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ വലിയ പെർഫോമൻസ് ആരും എടുത്ത് പറയത്തക്കൊന്നുമില്ല. സാധാരണ എല്ലാ സിനിമയിലും മാസ് പടത്തിലും ഫസ്റ്റ് ഹാഫ് ഗംഭീരം, സെക്കൻഡ് ഹാഫ് കൊളാവുക ചെയ്യുക. അതായത് ഒരു ഇന്റർവെൽ, ഒരു കിടില ഇന്റർവെൽ പഞ്ചോടെയാണ് എല്ലാ മാസ് പടവും നിർത്തുക. പക്ഷെ ഇതിലൊരു ഇമോഷണൽ സീനോട് കൂടിയ നിർത്തണം. അപ്പൊ ഇമോഷണൽ സീൻസ് കണക്ട് ആയി ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട് ഒരു ഇമോഷണൽ സീന്. അതേപോലെ തന്നെ കൂട്ടുകാരൻ മരിക്കുന്ന സമയത്ത് കുറച്ച് ഇമോഷൻസ് ഉണ്ട്. അതാണ് ഈ സിനിമയിൽ ആകെയുള്ള ഇമോഷൻ. അത് നമുക്കൊരു കണക്ടിവിറ്റി തോന്നില്ല. കൂട്ടുകാരൻ മരിച്ചു, സ്വന്തം കാമുകിക്ക് പോലും കാമുകൻ മരിച്ചതിൽ അത്ര വലിയ സങ്കടം തോന്നുന്നില്ല. സ്വന്തം കൂട്ടുകാരൻ തോന്നില്ല, പിന്നെ നമുക്ക് തോന്നും. അപ്പൊ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഞാൻ വിചാരിച്ചു അടിപൊളിയായിരിക്കും, കാരണം എന്തെങ്കിലും വില്ലൻ അതൊക്കെ വരുന്നതല്ലേ. സോ രാജ്ബി ഷെട്ടി ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നത് അടിപൊളി പെർഫോമൻസ് തന്നെയാണ്. കാരണം ആളുടെ ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കേണ്ട ആള് വരുന്ന സമയത്ത് അതൊരു ഗംഭീര സ്ക്രീൻ പ്രസൻസ് ആണ് ആൾക്കുള്ളത്. പിന്നീട് ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ കൂടെയുള്ള ആൾക്കാരെ നീ പോയി അടിക്കണം എന്നൊക്കെ പറയണ്ട. ആൾ സ്വയം ഒരു സൈക്കോ ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അതിനുള്ള മറുപടി ആൾ ക്ലൈമാക്സ് തന്ന അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. മമ്മൂട്ടിയെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്യുന്നു, ഒരു കുറ്റം പറയാനുള്ള ഒന്നുമില്ല. സോ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫും ഇതേപോലെ തന്നെ വലിപ്പിക്കലാണ് സിനിമ. കാരണം നമ്മൾ ഇത് കണ്ട് മടുത്ത മാസ് പടത്തിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഇതിലും വരുന്നുള്ളൂ. ഈ ഒരു ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി മാത്രം ആ ഒരു വ്യത്യാസമുണ്ട്. സെക്കൻഡ് ഹാഫിൽ എടുത്ത് പറയേണ്ട 2 സാധനങ്ങളുണ്ട്. അതാണ് ഈ സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിച്ച് പറയുന്നത്. ഒന്ന്, ഒരു കാർ ചേസിങ് സീൻ വിത്ത് ഈ മ്യൂസിക് ഔട്ട് ഓഫ് ദ വേൾഡ്. പിന്നെ അവസാനം ഒരു 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഫൈറ്റ് സീൻ ഉണ്ട്. അതും ഈ മ്യൂസിക്കും കൂടി ആകുമ്പോണ്ടല്ലോ ചുറ്റുകളൊന്നും കാണില്ല പറയില്ല. അദ്ദേഹം ഇത്രയും നേരം വരാത്ത ഗൂസ് ബംസ് ആ മൊമെന്റിൽ വരും. അടിപൊളി ഫൈറ്റ് സീൻ ആയിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതില് അഞ്ജന ജയപ്രകാശ് ഉണ്ട്, നമ്മുടെ പാച്ചുവും അത്ഭുത വിളക്കിലെ നായിക. ആൾക്കും അടിപൊളി പെർഫോം ചെയ്ത് കാണിക്കാനുള്ള ഒന്നുമില്ല, ആ ഒരു സ്പേസ് ഒന്നും ഇല്ല. പിന്നെ ജെറി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആളുണ്ട്, അതും അത്ര വലിയ പെർഫോം ചെയ്ത് കാണിക്കാൻ പറ്റില്ല. രാജ്ബി ഷെട്ടിക്കും മമ്മൂട്ടിക്കും മാത്രമാണ് ഇതിൽ ബേസിക് ആയിട്ടുള്ള റോള്. ബിന്ദു പണിക്കനാണ് അമ്മ. ബിന്ദു പണിക്കർ ഇടയ്ക്ക് 2-3 ചളി അടിക്കുന്നതേ ഉള്ളൂ. ദിലീഷ് പോത്തന് വലിയ റോളില്ല. അങ്ങനെ വേറെ ആർക്കും അത്ര വലിയ പെർഫോം ചെയ്ത് കാണിക്കാനുള്ള സ്പേസ് ഇല്ല. ഈ രാജ്ബി ഷെട്ടിയുടെ 2-3 കൊടൂര വില്ലനിസം സീനൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ഈ മമ്മൂട്ടി വരുമ്പോ തന്നെ നമ്മൾ എന്താ വെച്ചാൽ സാധാരണ എല്ലാം ആ സിനിമയിൽ 2-3 ഡയലോഗ് കഴിഞ്ഞിട്ടല്ല അടി ഉണ്ടാവും. ഇത് വന്ന ഉടനെ അടിയാണ്. അതായത് ആൾ അത്രയും പവറുള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഫൈറ്റ് സീൻസിലൊന്നും നമുക്ക് ആ ഒരു കിൻഡലിടി ഫീൽ ചെയ്യുന്നില്ല. അതായത് ഫൈറ്റ് സീനിന്റെ എണ്ണം കൂടുന്തോറും നമുക്ക് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ചില സീരിയസ് സിറ്റുവേഷനിൽ, അതായത് ഇവര് ചാവാൻ പോവാണെങ്കിൽ, വണ്ടി ആക്സിഡന്റ് ആവാൻ പോകുന്നത്, ഇവരെ കൊല്ലാൻ വേണ്ടി ആള് വരുമ്പോൾ ഇവരെ 2-3 ചാളി സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. എന്തിനാണ് ഇങ്ങനത്തെ സീന് നമുക്ക് തോന്നും. സോ ഓവറോൾ എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കൊരു ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയത്. ഇതിന്റെ മ്യൂസിക്കും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ പെർഫോമൻസും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. സോ നിങ്ങൾ പോയി കണ്ടു നോക്കാം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ട്രൈ ഇറ്റ് ഔട്ട്.